അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേരത്തെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് പറയാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ചർച്ചാ വിഷയം സമസ്തയും പാണക്കാട് കുടുംബവും ജമാഅത്തെ ഇസ്ലാമിയുടെ ചേക്കേറും ഒക്കെ തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ 2 ദിവസം മുമ്പാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ബൈത്തുൽ സക്കാത്ത് എന്നൊരു പ്രോഗ്രാം ബഹുമാനപ്പെട്ട നാം ഏവരും ആദരിക്കപ്പെടുന്ന മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പ്രചരണോദ്ഘാടനം ചെയ്തുകൊണ്ട് അതിൻ്റെ പോസ്റ്റർ പ്രകാശനം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു പദ്ധതി ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അംഗീകരിക്കപ്പെട്ടതല്ല, അതിന് ഒരു തെളിവും ഇല്ല തന്നെ. ഇങ്ങനെ ഒരു സംഘടിതമായ ഒരു സക്കാത്ത് പദ്ധതി അതിൽ ഒരു ഫിഖ്ഹിൻ്റെ പണ്ഡിതന്മാരും അങ്ങനെ ഒന്ന് അംഗീകരിച്ചിട്ടില്ല. എന്നിരിക്കെ ഈ മുനവ്വർ ശിഹാബ് തങ്ങൾ ചെയ്യേണ്ടത് പഴയകാല പാണക്കാട് തങ്ങന്മാർ ചെയ്തതുപോലെ തന്നെയല്ലേ അവരും ഇവരോട് പെരുമാറേണ്ടിയിരുന്നത്? അവർ ക്ഷണിച്ചാലും എന്തായാലും ഇല്ലെങ്കിലും, ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഒരു സുന്നത്ത് ജമാഅത്തിൻ്റെ രീതി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിൽ നിന്ന് മാറി നിൽക്കുകയുമല്ലേ തങ്ങളവർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ലീഗുമായിട്ട് ജമാഅത്ത് ഇസ്ലാമിയുള്ള ബന്ധം, അത് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബോ മറ്റോ ലീഗിൻ്റെ നേതാക്കന്മാർ പറഞ്ഞാൽ ആത്മീയ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഈ സയ്യിദന്മാർ അവർ അതിനെ അംഗീകരിക്കാൻ പാടില്ലല്ലോ. മറുവശത്ത് ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ പോയി ബിദഈ ആശയത്തിൻ്റെ പ്രചാരകന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു കൊടുക്കുന്നു. ബിദഈ ആശയത്തിനെ പേറി ജീവിച്ച ഒരാൾ നമ്മെപ്പോഴത്തെ ലക്ഷോപലക്ഷം സുന്നി മക്കളെ മുശ്രിക്കാക്കി ഇവിടെ കളം നിറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുമ്പോൾ അത് കൊടുക്കുന്ന സൂചന എന്താണ്? പൊതുസമൂഹത്തിന് നൽകുന്ന സൂചന എന്താണ്? അത് വ്യക്തമായ ബിദഈ കക്ഷികൾക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഇതൊന്നും പഴയകാല പാണക്കാട് തങ്ങന്മാരുടെ പാരമ്പര്യത്തിൽ ഉള്ളതല്ല, നാം ആരും കണ്ടിട്ടുമില്ല. അപ്പോൾ വിമർശിക്കുമ്പോൾ ഉള്ള സത്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് പറയാതിരിക്കാൻ വയ്യ. മൗത്തുൽ ആലിമി മൗത്തുൽ ആലം, പണ്ഡിതൻ്റെ മരണം ലോകത്തിൻ്റെ മരണമാണ്. അഥവാ ദീന് പറയുന്ന പണ്ഡിതന്മാർ മരണപ്പെട്ടാൽ, ദീന് പറയുന്ന പണ്ഡിതന്മാർ ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ദീന് പറയാത്ത ദുനിയാവിൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പോകുന്ന പണ്ഡിതന്മാർ ഉണ്ടാവും. അത് ജീവച്ഛലത്തിന് തുല്യമാണ്. നമുക്കറിയാം, ഹദീസാണ്, ബനൂ ഇസ്രായേലിലെ പണ്ഡിതന്മാർ അവരുടെ അനുയായികൾ തെറ്റുകളിലേക്ക് പോയപ്പോൾ ഒന്നും മിണ്ടാതെ മൗനികളായിരുന്നപ്പോൾ അവർക്ക് മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൗനി തെറ്റ് കാണുമ്പോൾ മൗനം വീക്ഷിക്കുക, അത് കണ്ടിരിക്കുക, അത് ഏറ്റവും വലിയ കുറ്റം തന്നെയാണ്. അപ്പോൾ പ്രതികരണ ശേഷി നഷ്ടപ്പെടാതെ ഇൻഷാ അല്ലാഹ് സംസ്ഥയുടെ ആലിമീങ്ങളൊക്കെ യുവ നേതാക്കളൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കവരെ പിന്തുണക്കാം. അള്ളാഹു ദീന് നല്ല നിലയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അതിൻ്റെ യഥാർത്ഥ പന്താവിൽ തന്നെ മുന്നോട്ട് നയിക്കാനും മുന്നോട്ട് പോവാനും അതിൽ ഒരു അണിചേർന്നുകൊണ്ട് അതിലൊരു അംഗമായി തുടരുവാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.